രാത്രി 5-ാമത്തെ രാത്രിയാണല്ലോ. അല്പനിമിഷങ്ങൾ വളരെ ധ്യാനത്തോടെ ദൈവകൃപയോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ മുഖവരി ഒന്നും പറഞ്ഞ ഒട്ടും സമയം കളയുന്നില്ല. ഞങ്ങളും ദീർഘദിവസങ്ങളിൽ ഉപവാസത്തിലാണ്. ദൈവം അനുവദിച്ച 12-ാം തീയതി ഞായറാഴ്ച വരെ തുടരുന്ന പകൽ രാത്രി ഉപവാസ പ്രാർത്ഥനകൾ ഇന്നലെ മുതൽ തുടങ്ങി വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നു. ഞാൻ യോഗം കഴിഞ്ഞ് വന്നിട്ട് അല്പസമയമേ ആയുള്ളൂ. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 12 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് ഒരാൾക്ക് വേഗത്തിൽ വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപൊഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. 17-ാമത്തെ വാക്യം വരെ. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ച ഏറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ ജനം, അങ്ങയുടെ ദാസന്മാര് കഴിഞ്ഞ 5 ദിവസമായി ഉപവാസത്തോടെ പാതപീഠമായിരിക്കുന്നു. ഇന്ന് രാത്രി അവരോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. നൽകിയ വചനത്തിനായി സ്തോത്രം. ഏതാത്മാവിൽ സ്വർഗം യോഹന്നാന് ഈ ദൂത് വെളിപ്പെടുത്തിയോ, അതേ ആത്മാവിൽ ഈ രാത്രി ഈ വചനത്തെ വിഭജിക്കുവാൻ ദൈവം കൃപ ചെയ്യണം. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ പരിചിതമായ ഒരു അനുഗ്രഹീത വേദഭാഗമാണ് ഈ രാത്രി നമ്മള് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ധന്യനായ യോഹന്നാൻ അപ്പോസ്തലന് 4 ആത്മവിവശതകൾ ഉണ്ടായതായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഉണ്ടായ 4 ആത്മവിവശതകളിൽ 50 ദർശനങ്ങൾ യോഹന്നാന് ദൈവം നൽകി. ആ 50 ദർശനങ്ങളുടെ ഇടയിൽ അതിപ്രധാനപ്പെട്ട 7 പ്രത്യക്ഷതകൾ, യേശു കർത്താവിൻ്റെ 7 പ്രത്യക്ഷതകൾ യോഹന്നാന് ലഭിക്കുകയുണ്ടായി. ഈ വായിച്ച വേദഭാഗത്ത് തന്നെ 1-ാമത്തെ പ്രത്യക്ഷതയിലെ 10 സവിശേഷതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാം വിവരിപ്പാൻ ഇന്ന് രാത്രി എൻ്റെ മുമ്പില് സമയം പോരാ. എങ്കിലും ആ സവിശേഷത ഒന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. 1, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ. 2, നിലയങ്കി അണിഞ്ഞവനായി. 3, മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായി. 4, തലയും തലിമുടിയും ഹിമം പോലെ വെണ്മയുള്ളവനായി. 5, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനായി. 6, കാലുകൾ 2 ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാല്. 7, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 8, വലങ്കയിൽ 7 നക്ഷത്രം. 9, വായിൽ ഇരുവായ്ത്തലയുള്ള വാൾ. 10, മുഖം സൂര്യനെ വെല്ലുന്ന ശോഭയുള്ള അതിശക്തിയോടെ പ്രകാശിക്കുന്ന മുഖം. ഇങ്ങനെ 10 അതിപ്രധാനപ്പെട്ട സവിശേഷതകൾ ഈ പ്രത്യക്ഷതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതകൾ സമയമെടുത്ത് പഠിച്ച് ധ്യാനിക്കേണ്ടതായ ഒരു വേദഭാഗമാണ്. ഏതാണ്ട് AD 95 യോഹന്നാൻ നാട് കടത്തപ്പെട്ടു. നീറോ ചക്രവർത്തിയുടെ കാലത്തും ഡൊമിനിഷ്യൻ അല്ലെ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും, ഈ 2 പേരുടെ കാലത്താണ് ക്രൈസ്തവ സഭയ്ക്ക്
ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം പീഡനങ്ങൾ ഉണ്ടായ കാലഘട്ടം. 10 പീഡനങ്ങളാണ് ഈ 2 ചക്രവർത്തിമാരുടെ കാലത്ത് ദൈവസഭയ്ക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നത്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഏകദേശം 4 ലക്ഷത്തിലധികം ഭക്തന്മാര് രക്തസാക്ഷികളായി മരിക്കുകയുണ്ടായി. ഏതാണ്ട് AD 54-നും 58-നും ഇടയ്ക്കുള്ള 4 വർഷം തന്നെ 40,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയുണ്ട്. ആ കാലങ്ങളിൽ തന്നെ ധന്യനായ പത്രോസ് യെരുശലേമിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. ആ കാലത്താണ് പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അഗായിയിൽ വെച്ച് ക്രൂശിക്കപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായത്. പീലിപ്പോസിനെ കല്ലെറിഞ്ഞ ശേഷം തൂണിൽ കെട്ടിയിട്ട് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. ബർത്തിലൂമായി എന്ന ഭക്തനായ ശിഷ്യനെ തീയിലിട്ട് കത്തിച്ച് കൊല്ലുകയായിരുന്നു. യാക്കോബിനെ, ചെറിയ യാക്കോബിനെ ഗദ കൊണ്ട് അടിച്ചു കൊന്നു. വലിയ യാക്കോബിനെ ഈർച്ചവാളാൽ അറുത്തു കൊന്നു. 80-96 കാലഘട്ടം ഡൊമിനിഷ്യന്റെ കാലഘട്ടമാണ്. ഭൂമുഖത്ത് നിന്ന് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നു മുടിക്കുമെന്ന് ശപഥം ചെയ്ത് പകരം ഡൊമിനിഷ്യനെ എല്ലാവരും എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് വിളിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടം. ഡൊമിനിഷ്യൻ അല്ലാതെ മറ്റാരെയും ദൈവമെന്നോ കർത്താവെന്നോ വിളിക്കാൻ പാടില്ല എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ഒരു കാലഘട്ടം. യെരുശലേമിലെ ബിഷപ്പായ ഷീമോനെ ആ കാലഘട്ടത്തിലാണ് കൊന്നു കളഞ്ഞത്. നിക്കോദിമോസ് എന്ന ഭക്തനായ മനുഷ്യനെ നമ്മൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കാണുന്ന നിക്കോദിമോസിനെ രക്തസാക്ഷിയാക്കിയത് ഈ കാലഘട്ടത്തിലാണ്. യെരുശലേമിലെ സഭയിൽ ശുശ്രൂഷയായിരുന്ന യേശുവിന്റെ അരിമ ശിഷ്യനായ യോഹന്നാനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് ചാകാഞ്ഞിട്ട് തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് മുക്കി പൊക്കിയിട്ടും ചാകാതെ വന്നപ്പോൾ 25 വർഷങ്ങൾ ശുശ്രൂഷിച്ച ആ എഫെസോസ് സഭയുടെ ശക്തനായ ദൈവദാസനെ ഏതാണ്ട് വെറും 25 മൈൽ ചുറ്റളവുള്ള ഈജിപ്തിലെ ആ ഈജിയൻ കടലിടുക്കിനകത്ത് ഒരു ദ്വീപാണ് പത്മോസ്. ധാരാളം രാജ്യാന്തര കുറ്റവാളികളെ ഡൊമിനിഷ്യൻ നാട് കടത്തിയിരുന്നത് ഇവിടെയാണ്. ധാരാളം ഖനികൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ഇഷ്ടം പോലെ മൈനുകൾ ഖനനം ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഈ കുറ്റവാളികളെ അടിമകളെ പോലെ ചങ്ങലക്കിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന, കൂലി കൊടുക്കാത്ത ഒരു നീചമായ കാലഘട്ടം. കപ്പൽ കൊള്ളക്കാര് കൈയേറി ആളുകളെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവർ ഖനനം ചെയ്ത മൈനുകൾ കടൽ കൊള്ളക്കാര് മാറ്റിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏതാണ്ട് 1 വർഷത്തെ ഏകാന്ത തടവിൽ ധന്യനായ യോഹന്നാൻ അവിടെ തടവിലാക്കപ്പെടുന്നത്. ഞാൻ എന്തിനാണ് ഈ ചരിത്രം നിങ്ങളെ ഓർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് യോഹന്നാന് ഈ ദർശനങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ അറിയേണ്ടതിന് വേണ്ടി മാത്രം ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവം ഈ വെളിപ്പാടുകൾ യേശുവിന് നൽകി. തൻ്റെ ഏകജാതനായ തൻ്റെ സ്വന്തം പുത്രനായ യേശുവിന് പിതാവായ ദൈവം ഈ വെളിപ്പാട് നൽകിയിട്ട് യേശു അത് തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് നൽകി. യോഹന്നാൻ അത് കാണുകയും കേൾക്കുകയും ചെയ്ത് എഴുതി നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ അനുഗ്രഹീതമായ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അതിപ്രധാനപ്പെട്ട അനുഗ്രഹീതമായ 7 യേശുവിന്റെ ദർശനങ്ങൾ യോഹന്നാന്, 7 പ്രത്യക്ഷതകൾ യോഹന്നാന് ലഭിക്കുകയുണ്ടായി. എല്ലാം പറയാന് ഇന്ന് രാത്രി സമയം അനുവദിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഓടിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഇടയ്ക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പറയാതെ പോയി എന്ന് വരാതിരിപ്പാൻ ആ 7 പ്രത്യക്ഷതകളുടെ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നു. ഒന്നാമത്തേതാണ് നമ്മൾ വായിച്ചത്. 1-ാം അധ്യായം 13 മുതൽ 18 വരെ. തേജസ്കരിക്കപ്പെട്ടവനായ യേശു, തേജസ്കരിക്കപ്പെട്ടവനായ യേശുവാണ് ഒന്നാമത്തെ പ്രത്യക്ഷത. 5-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ദൈവസിംഹാസനത്തിലെ വിശുദ്ധന്മാരുടെ 24 മൂപ്പന്മാരുടെ നടുവിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞാടാകുന്ന 2-ാമത്തെ പ്രത്യക്ഷത. 3-ാമത്തെ പ്രത്യക്ഷത 14-ാം അധ്യായത്തിന്റെ
1 മുതൽ 5 വരെ വായിക്കുമ്പോൾ സിയോൻ മലയിൽ 144,000 വിശുദ്ധന്മാരുടെ നടുവിൽ കുഞ്ഞാടായി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ 3ാമത്തെ പ്രത്യക്ഷത യോഹന്നാൻ കാണുകയാണ്. 4ാമത്തെ പ്രത്യക്ഷത 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ പിന്നീട് ഈ വാക്യങ്ങൾ സമയം പോലെ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. മേഘത്തിൽ തലയിൽ പൊൻകിരീടം ചൂടി അതേ കയ്യിൽ അരിവാളുമായി നിൽക്കുന്ന രാജാതിരാജാവായ യേശു ക്രിസ്തുവിന്റെ 4ാമത്തെ പ്രത്യക്ഷത. 5ാമത്തെ പ്രത്യക്ഷത 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ വായിക്കുമ്പോൾ ഗർമ്മഗദോൻ യുദ്ധത്തിൽ എതി ക്രിസ്തുവിനോട് പടവെട്ടുന്ന നമ്മുടെ കർത്താവായ സർവസൈന്യാധിപനായ നമ്മുടെ കർത്താവിനെ 19-ാം അധ്യായത്തിൽ 5ാമത്തെ ദർശനമായി പ്രത്യക്ഷതയായി കാണുവാൻ കഴിയും. 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ വായിക്കുമ്പോൾ 6ാമത്തെ മഹത്വമേറിയ പ്രത്യക്ഷത കാണാം. അന്തിമ ന്യായവിധിക്കായി, ശ്രദ്ധിക്കുക, അന്തിമ ന്യായവിധിക്കായി ഒരു വെള്ള സിംഹാസനത്തിലിരിക്കുന്ന നീതിയുള്ള രാജാതിരാജാവായ ന്യായാധിപന്മാരുടെ ന്യായാധിപനായ യേശുവിനെ കാണുവാനായിട്ട് കഴിയുന്നു. അതെ, 7ാമതൊരു പ്രത്യക്ഷത അത് 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യമാണ്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന കുഞ്ഞാടിന്റെ കല്യാണ മഹോത്സവത്തിൽ വെളിപ്പെടുന്ന ആത്മമണവാളന്റെ പ്രത്യക്ഷതയാണ്. അതെ, ഈ 7 പ്രത്യക്ഷതകളിൽ 10 നാമങ്ങൾ നമുക്ക് യേശുവിനെ കാണാനായിട്ട് കഴിയും. 10 നാമങ്ങൾ. 1, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ യേശു. 2, മരിച്ചവരിൽ ആദിജാതനായ യേശു. 3, ഭൂരാജാക്കന്മാരിൽ അധിപതിയായ യേശു. 4, ആൽഫയും ഒമേഗയുമായ യേശു. 5, യഹൂദ ഗോത്രത്തിലെ സാക്ഷാൽ സിംഹമായ യേശു. 6, ദാവീദിന്റെ വേരും കൊമ്പുമായിരിക്കുന്ന യേശു. 7, അതേ ശുഭ്രമായ ഉദയനക്ഷത്രം. 8, വിശ്വസ്തനും സത്യവാനുമായ നമ്മുടെ കർത്താവ്. 9, ദൈവവചനമാകുന്ന യേശു. 10, ആമീൻ എന്ന് പേരുള്ളവനായ യേശു. ഈ കാര്യങ്ങൾ വിശദമായി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ 1ാമത്തെ ദർശനത്തിലേക്ക്, ആ പ്രത്യക്ഷതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യോഹന്നാൻ എന്ന അനുഗ്രഹീതനായ ശിഷ്യൻ 5 പുസ്തകങ്ങളാണ് നമുക്ക് തരികയുണ്ടായത്. 1, യോഹന്നാന്റെ സുവിശേഷം. 2, യോഹന്നാൻ എഴുതിയ 1, 2, 3 ലേഖനങ്ങൾ. 4, ദൈവസഭയ്ക്ക് എന്നും ഒരു മുതലായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതേ, 1-ാം അധ്യായത്തിൽ മഹത്വപൂർണനായ യേശുവിനെ യോഹന്നാൻ കാണുകയാണ്. 2ഉം 3ഉം അധ്യായത്തിൽ മഹത്വപൂർണനായി യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത 7 സഭകളെ യോഹന്നാൻ കാണുകയാണ്. 7 സഭയുടെ കാലഘട്ടങ്ങളെ യോഹന്നാൻ കാണുകയാണ്. സഭ കടന്നു പോകുന്ന 7 കാലഘട്ടങ്ങളിൽ 7ാമത്തെ സഭയുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് രാത്രിയിൽ ഉപവാസത്തോടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്കുള്ള സഭയുടെ പ്രവേശന വാതിൽ, കവാടം, ഇവിടെ കയറി വരിക എന്നുള്ള ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം യോഹന്നാൻ കേൾക്കുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 ജീവികളുടെ നടുവിൽ, സിംഹാസനത്തിന് നടുവിൽ ജയാളിയായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ യോഹന്നാൻ കാണുകയാണ്. 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യം വായിക്കുമ്പോൾ മുമ്പിൽ വീണ്ടും നീ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാടെ, ശക്തിയും ബലവും ധനവും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ നീ യോഗ്യൻ. അതൊക്കെ നമുക്ക് സമയം പോലെ വിവരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 6ഉം 7ഉം അധ്യായത്തിൽ സഭയ്ക്കെതിരായി നിൽക്കുന്ന പ്രതിയോഗിയായ എതിർ ക്രിസ്തുവിനെ നമ്മൾ അവിടെ കാണുകയാണ്. എല്ലാ ദൈവമക്കളും ഓർത്തോണം,
ഏതൊരു ഭക്തനും എതിരായി നിൽക്കുന്ന ഒരു എതിരാളിയുണ്ട്. അത് ആത്മാവിൽ കണ്ട് അതിന്മേൽ ജയമെടുക്കാനാണ് ഈ ദിനങ്ങളിലെ പ്രാർത്ഥനയും ഉപവാസവും. അതേ, 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇനി മേലാൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നുള്ള മാനവകുലത്തിന്റെ മുഴുവൻ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. സർവഭൂതലത്തിലും സംഭവിപ്പാനുള്ളത് 8 മുതൽ 18 വരെയുള്ള അധ്യായത്തിൽ കാണാൻ കഴിയും. 19ഉം 20ഉം അധ്യായം തന്റെ കാന്തനായ മണവാളിനു വേണ്ടി ഒരുക്കപ്പെട്ട കാന്തയായ മണവാട്ടിയാകുന്ന സഭയെ നമ്മൾ അവിടെ കാണുകയാണ്. പുതിയ യെരൂശലേം എന്ന ആ മണവാട്ടിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ സ്വർഗീയ പർദീസയെ നമ്മൾ അവിടെ കാണുകയാണ്. 20-22 അധ്യായങ്ങൾ സഭയുടെ നിത്യത തുടങ്ങുകയാണ്. ഇതെല്ലാം വിവരിപ്പാൻ ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ സമയം പോരാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പ്രത്യക്ഷത ഒരു പ്രാവശ്യം കൂടെ ആ ദൈവദാസി ആ ഭാഗങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കും. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് ഒന്നുകൂടെ മോളതൊന്ന് നിർത്തി വായിക്കുന്ന അനുഗ്രഹമാണ്. എന്താണ് വായിച്ച 12? എന്നോട് സംസാരിച്ച നാദം ഞാൻ തിരിഞ്ഞപ്പോൾ എന്നല്ല വായിക്കേണ്ടത്. അതുകൊണ്ട് ഒന്നുകൂടെ വായിപ്പിച്ചത്, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. എങ്ങോട്ടാണ് തിരിഞ്ഞതെന്ന് തൊട്ട് വേണം നമുക്ക് തുടങ്ങാൻ. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒരു പഠിതാവ് തീർച്ചയായിട്ടും ദാനിയേൽ പ്രവചനം കൂടെ പഠിക്കണം. 39 പുസ്തകമുള്ള പഴയ നിയമ പുസ്തകത്തിലെ 27ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലാണ് ദാനിയേൽ പ്രവചനം ചമച്ചത്. ഏതാണ്ട് 1 നൂറ്റാണ്ടോളം ജീവിച്ചിരുന്ന ഭക്തന്മാരിൽ ഒരു പഴയ നിയമ ഭക്തനാണ് ദാനിയേല് വെളിപ്പാട് എഴുതി പൂർത്തീകരിക്കുമ്പോൾ ദാനിയേൽ ചോദിച്ചു, ഇതിന്റെ വാക്ക് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അത് നീ അടച്ച് മുദ്രയിട്ടേക്കുക. എന്നിട്ട് ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു. അന്ത്യകാലത്ത് നിന്റെ ഓഹരി പ്രാപിപ്പാനായി നീ എഴുന്നേറ്റ് വരണം എന്ന് പറഞ്ഞ് അവനോട് അടച്ച് മുദ്രയിട്ടേക്കാൻ പറഞ്ഞ് പോയിടത്ത് ആ പുസ്തകം, ആ വെളിപ്പാട് അടച്ചു. പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകത്തിൽ ദാനിയേൽ എന്ന പ്രിയ പുരുഷന് ദൈവം കൊടുത്ത ദർശനങ്ങൾ അടച്ച് മുദ്രയിട്ട ശേഷം പുതിയ നിയമത്തിലെ പ്രിയ ശിഷ്യനായ, ദൈവത്തിന് ഏറ്റവും പ്രിയ ശിഷ്യനായ, യേശുവിന് ഏറ്റവും പ്രിയ ശിഷ്യനായ യോഹന്നാന് ഈ വെളിപ്പാട് കിട്ടുമ്പോൾ യോഹന്നാൻ പുറകിൽ കേട്ട ശബ്ദം എന്തെന്ന് കേൾപ്പാൻ തിരിഞ്ഞു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എവിടെയാണോ ദാനിയേൽ മുദ്രയിട്ടത് അവിടേക്കാണ് യോഹന്നാൻ തിരിഞ്ഞത്. അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ധാരാളം സമയം വേണം. ഒരവസരത്തിൽ ഒരു ക്ലാസ് പോലെ നിങ്ങൾക്ക് പിന്നീട് 1-2 ദിവസങ്ങൾ എടുക്കാൻ ഒക്കുമെങ്കിൽ അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, കർത്താവിന്റെ ദാസനെ ഉപവാസ പ്രാർത്ഥനയല്ലേ, അന്നേരം വെളിപ്പാട് പുസ്തകമാണോ പഠിപ്പിക്കണ്ടേ എന്നൊക്കെ ഒരു ചിന്ത വന്നേക്കാം. ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നിരവധി ആത്മീക ദൂതുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വേദഭാഗത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതകളാണ്. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി എന്ന് രേഖപ്പെടുത്തിയിരുന്നു. വിവശതയിൽ യോഹന്നാൻ കണ്ടത് തേജസ്കരിക്കപ്പെട്ട യേശുവിനെയാണ്. നീ കണ്ടതും നീ കേട്ടതും ഒരു പുസ്തകത്തിൽ എഴുതുക.
എന്ന കാഹളനാദം പോലെ കേട്ട നാദം എന്തെന്നറിവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മഹത്വപൂർണനായ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുവാനിടയായി. എൻ്റെ പ്രിയമുള്ളവരെ, യോഹന്നാനെ പോലെ യേശുവിനെ ഇത്ര അടുത്ത് കണ്ടിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം യോഹന്നാൻ യേശുവിന്റെ അമ്മ മറിയയുടെ ഏറ്റവും അടുത്ത കസിന്റെ ഒരു മകനാണ്. ആ നിലകളിൽ യേശുവുമായി ചെറുപ്രായം മുതലേ അടുത്ത് പരിചയമുണ്ട്. പക്ഷേ യേശു ദൈവപുത്രനാണെന്ന് യോഹന്നാൻ അറിയത്തില്ലായിരുന്നു. തൻ്റെ മമ്മിയുടെ അടുത്ത ചാർച്ചക്കാരിയായ മറിയയുടെ ഒരു മകൻ എന്നുള്ളതിനപ്പുറത്ത് യോഹന്നാൻ ഒന്നും അറിയത്തില്ല. എന്നാൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് 2 ദിവസം അടുപ്പിച്ച് പരിചയപ്പെടുത്തി. 1-ാമത്തെ ദിവസം പരിചയപ്പെടുത്തി, അന്ന് യേശു കടന്നുപോയി. 2-ാമത്തെ ദിവസവും പരിചയപ്പെടുത്തി. അപ്പോൾ യോഹന്നാനും പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസും യേശുവിന്റെ ആ ശിഷ്യത്വം സ്വീകരിപ്പാൻ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യത്വം വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. പുറകെ വരുന്ന യോഹന്നാനെയും അന്ത്രയോസിനെയും കണ്ടിട്ട് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുകയാണ്? അവര് പറഞ്ഞു, നീ എവിടെ താമസിക്കുകയാണ്? യേശു പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ആ രാത്രി മുഴുവൻ നസറായന്റെ കൂടെ പാർക്കാനുള്ള ഭാഗ്യം യോഹന്നാനും അന്ത്രയോസിനും ആദ്യമായിട്ട് ലഭിച്ചു. ഒരല്ലുലിയ പറഞ്ഞ കണ്ട് ജീവിതത്തിൽ യേശുവിന്റെ കൂടെ ഒരു രാ പാർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഭാഗ്യം ലോകത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഈ ഉപവാസ പ്രാർത്ഥനകള് പ്രിയമുള്ളവരെ, നമ്മൾ വാസ്തവത്തിൽ യേശുവിന്റെ കൂടെ പാർക്കുന്ന മണിക്കൂറുകളാകട്ടോ, ആ സാന്നിധ്യത്തിനകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രസംഗം കൊണ്ടോ 2 പാട്ടുകൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ ഉപവാസം തീരരുത്. ഉപവാസം വാസ്തവമായി ആത്മമണവാളന്റെ സാന്നിധ്യത്തിനകത്ത് നാം ഇറങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് നമ്മോട് എന്തൊക്കെയോ കാണിക്കാനോ എന്തൊക്കെയോ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. അതിനുവേണ്ടിയാണ് കുഞ്ഞെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നത്. 25 വർഷം തേജസ്സുള്ള ശുശ്രൂഷ ചെയ്ത യോഹന്നാന് അപ്രതീക്ഷിതമായി വിഷം കുടിപ്പിക്കുന്നു. മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എണ്ണയ്ക്കകത്ത് മുക്കുന്നു. ചാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു പത്മോസിന്റെ ഏകാന്തയിലേക്ക് നാട് കടത്തപ്പെടുന്നു. നമുക്ക് തോന്നിയേക്കാം ഇത്ര പരമാർത്ഥതയോടെ അതേ വന്യ വയോധികനായ 90 വയസ്സ് കഴിഞ്ഞ ഈ ഭക്തനായ മനുഷ്യനെ എന്തിനാണ് ഇത്രയും വിശ്വസ്തയോടെ ജീവിച്ചിട്ടും ഈ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, കുഞ്ഞെ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിന്റെ തേജസ് കാണിക്കാനാണ് നിനക്ക് ജീവിതത്തിൽ കഷ്ടത വന്നത്. നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നീ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഒരു വഴി അടഞ്ഞതുപോലെ തോന്നുന്നെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത പലരും നിനക്കെതിരായി എന്ന് തോന്നുമ്പോൾ ഓർത്തോണം, നീ ഇതുവരെ അറിഞ്ഞിട്ടുള്ളതിനപ്പുറത്ത്, നീ ഇതുവരെ കണ്ടിട്ടുള്ളതിനപ്പുറത്ത് ഒരു യേശുവിന്റെ മഹത്വം കാണുവാൻ ദൈവം ഒരുക്കുന്ന വഴികളാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. കൈവിടാനല്ല, തകർക്കാനല്ല, നിന്നെ ശ്രേഷ്ഠതയുള്ള ചില വെളിപ്പാടുകളിലേക്ക് ദൈവം നടത്താൻ ആഗ്രഹിക്കുകയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തുവിന്റെ കൂടെ ആ രാത്രിയിൽ യോഹന്നാനും അന്ത്രയോസും പാർത്തു. നേരം വെളുത്തപ്പോൾ അന്ത്രയോസ് തന്റെ ഉപജീവന മാർഗവുമായി താൻ കടൽക്കരയിലേക്ക് പോയി. കടൽക്കരയിൽ ചെല്ലുമ്പോൾ പത്രോസിനെ കാണുന്നു. ആ കാര്യമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ യോഹന്നാൻ കൂടെ നിന്ന് പോയില്ല കേട്ടോ. യോഹന്നാൻ അന്ന് രാത്രിയിൽ കൂടെ കൂടിയതാണെങ്കിൽ ക്രൂശിന്റെ ചുവട്ടി വരെ യോഹന്നാൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ പിന്നെ ഒരിക്കലും യേശുവിനെ പിരിയാനിടയാകാതെ യേശുവിന്റെ കൂടെ ആ മാർവിടം ചാരിയിരുന്ന ഭക്തനായ മനുഷ്യനാണ് യോഹന്നാൻ കേട്ടോ. യേശുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നാണ് ഒരു ചരിത്രകാരന്റെ പുസ്തകത്തിൽ എനിക്ക് വായിക്കാനിടയായി തന്നത്. അത്രമാത്രം ആഴമായ. അതുകൊണ്ടാണ് യോഹന്നാൻ ഇടയ്ക്കിടയ്ക്ക് താൻ സ്നേഹിച്ച ശിഷ്യൻ, തന്റെ പ്രിയ ശിഷ്യൻ എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തിയേക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് യോഹന്നാന് സുവിശേഷം എഴുതിയപ്പോൾ ആ മറിയയുടെ മകനെന്നോ യോസഫിന്റെ മകനെന്നോ തച്ചന്റെ മകനെന്നോ അതെ ഒന്നും രേഖപ്പെടുത്താതെ നേരെ ഡയറക്റ്റ് ആയിട്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്ത യേശുവാണെന്ന് നേരെ ഡയറക്റ്റ് ആ ദൈവവചനത്തിൽ നിന്ന്
ജഡാവതാരമെടുത്ത യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ഭക്തനായ യോഹന്നാനാണ് കേട്ടോ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, യോഹന്നാൻ പറയുകയാണ്, എല്ലാത്തിനും മുമ്പേ അവൻ ഉണ്ടായിരുന്നു, അവൻ ഉണ്ടായതിനു ശേഷമേ എല്ലാം ഉണ്ടായിട്ടുള്ളൂ, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല, ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായതാണെന്ന് പറഞ്ഞ് യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് എഴുതിയ യോഹന്നാൻ ഈ വെളിപ്പാട് കാണുമ്പോൾ അവൻ ഇന്നലെ വരെ കണ്ട യേശുവിനെ അല്ല ഇവിടെ കാണുന്നത്. അവനെ അല്ലിയ ഈ നിരവധി പ്രാവശ്യം യേശു ചെയ്ത നിരവധി അത്ഭുതങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ട മനുഷ്യനാണ്. 3 പേരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് നേരിട്ട് കണ്ടയാളാണ്. യേശുവിന്റെ മറുരൂപമലയിലെ തേജസ്കരിക്കപ്പെട്ട രൂപം നേരിട്ട് കണ്ടയാളാണ്. ക്രൂശിൽ അതേ അർത്ഥനഗ്നനായി കൈകാലുകളിൽ ആണിയടിച്ച് വിലാപ്പുറ കുത്തി തുറന്ന് തലയിൽ മുൾക്കിരീടം വെച്ച് കിടക്കുന്ന യേശുവിനെ അടുത്ത് കണ്ട വ്യക്തിയാണ് യോഹന്നാൻ. യേശുവിന്റെ സംസ്കാരം അതെ അരിമത്തിയിലെ യോസഫും നീക്കോദീമോസും ചേർന്ന് നടത്തുന്നത് കണ്ടയാളാണ് യോഹന്നാൻ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പല പ്രാവശ്യം കണ്ടയാളാണ് യോഹന്നാൻ. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്തടുത്ത് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ നേരിട്ട് കണ്ടയാളാണ് യോഹന്നാൻ. പക്ഷേ താൻ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇനിയും വെളിപ്പെടാൻ പോകുന്ന യേശു, സ്വത്രം പറയണേ, ഇനിയും പ്രത്യക്ഷപ്പെടാൻ പോകുന്ന യേശു, സാക്ഷാൽ മഹത്വപൂർണനായ യേശു. എന്തൊരു വർണ്ണനയാണ് യോഹന്നാൻ വർണ്ണിച്ചിരിക്കുന്നത്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ. പ്രിയമുള്ളവരെ, സഭയെ ഒരു നിലവിളക്കിനോടാണ് യോഹന്നാൻ ഉപമിച്ചിരിക്കുന്നത്. നിലവിളക്കിന് ഒരു ചുവടുണ്ട് കേട്ടോ, അത് മുഴുവൻ തങ്കം കൊണ്ട് അടുപ്പുപണിയായി പണിതിരിക്കുന്ന ചുവടാണ്. ആ ചുവടിന്മേലാണ് ഈ വിളക്കിന്റെ തണ്ട്. അതിന്റെ 2 സൈഡിലേക്കാണ് 3 6 ശിഖരങ്ങള്. അത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് നിത്യം കത്തേണ്ടതാണ്. സഭയെന്ന് പറയുന്നത് 7 ദിവസം ഉപവാസം വെക്കുമ്പോഴോ 21 ദിവസം ഉപവാസം വെക്കുമ്പോഴോ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം കത്തേണ്ടതല്ല. സഭ നിത്യം കത്തേണ്ടതാണ്. അതിനുവേണ്ടിയാണ് സഭയെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. അന്ധകാര നിബിഡമായ പാപപങ്കുലമായ മ്ലേച്ഛത പെരുകിയ ലോകത്തിൽ, ഇരുട്ട് വ്യാപരിച്ച ഈ ലോകത്തിൽ വെളിച്ചം പരത്താനാണ് ദൈവസഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. യേശു ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ട് ആ വെളിച്ചത്തിന്റെ ചുവടാകുന്ന തങ്ക ചുവടിലാണ് അത് യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതെടുക്കപ്പെടുന്ന സഭയാകുന്ന വിളക്ക്, അത് പൊന്നില വിളക്ക കേട്ടോ. ഒരു സ്വത്രം പറയണേ, സഭയെന്ന് പറയുന്ന നാട്ടുകാർക്കെല്ലാം കൂടെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പിയാട്ടി രാഷ്ട്രീയം കളിച്ച് കസാറ കളിച്ച് തകർക്കാനുള്ളതല്ല. കുറെ ജഡികന്മാരും കുറെ പണക്കാരും എല്ലാം കൂടെ കയറി കൈവശമാക്കാനുള്ള സഭ ദൈവം ഉലാവുന്ന നടുവിൽ ഉലാവുന്ന പൊന്നില വിളക്ക. സന്തോഷമുണ്ട്, സ്വത്രം പറയണം കേട്ടോ. സഭയുടെ മൂലയ്ക്കല്ല യേശു, സഭയുടെ കിഴക്ക് ഭാഗത്തല്ല യേശു, സഭയുടെ നടുവില. ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, സഹോദരി, നിന്റെ പ്രശ്നത്തിന് നടുവിൽ അവനുണ്ട് കേട്ടോ. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ അവനുണ്ട്. നിന്റെ കണ്ണുനീര് കാണുവാൻ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിന്റെ നെടുവീർപ്പുകളെ കാണുവാൻ, നിന്റെ ഞരക്കങ്ങളെ അറിഞ്ഞ് നിന്നെ വിടുവിപ്പാൻ ഇന്ന് രാത്രി നിന്റെ കൂടാര നടുവിൽ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ യേശുവുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. ശ്രദ്ധിച്ചേ, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ യേശു നിൽക്കുന്നത് നിലയങ്കി അണിഞ്ഞവനായിട്ടാ കേട്ടോ. തുന്നലില്ലാത്ത നിലയങ്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ നിത്യത്വത്തെ കാണിക്കുകയാണ്. അവൻ ഇന്നലെ പെയ്ത മഴയ്ക്കുണ്ടായ ആളല്ല കേട്ടോ. സകലത്തിനും മുമ്പേ അവനുണ്ട്. അവൻ ഇന്നലെ ഉണ്ടായിരുന്നു, അവൻ എന്നുണ്ട്, അവൻ എന്നേക്കുമുള്ളവനാണ്. അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞത്, അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ എന്നേക്കും അനന്യനായ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നിന്റെ ഇന്നലകളെ അവൻ അറിയാം കേട്ടോ. നിന്റെ ഇന്നുകളെ അവൻ അറിയാം, നിന്റെ നാളുകളെ അവൻ അറിയാം. ആരംഭത്തിങ്കൽ അവസാനം അറിയുന്നവനായ യേശുവാണ് നിലയങ്കി അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സഭയ്ക്കൊരു നാഥനുണ്ട് കേട്ടോ, സഭയ്ക്കൊരു ഉടമസ്ഥനുണ്ട് കേട്ടോ. ചോദിക്കാനും പറയാനും ഒരു ഉടമസ്ഥ സഭയ്ക്കുണ്ട്. ഒറ്റപ്പെട്ടു പോയ യോഹന്നാൻ ഡയോക്ലിഷ്യന്റെയും
ക്ലീയോപാട്രയുടെയും ഡൊമിനേഷന്റെയും നീറോയുടെ ഒക്കെ പീഡനത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു പോയവന്റെ നടുവിൽ വെളിപ്പെട്ട യേശു നിലയങ്കി അണിഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ, യോഹന്നാനെ, ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ലട മകനെ, നിന്റെ കൂടെ ഞാനുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ജർമ്മനിയിലായിരിക്കാം, പാരീസിലായിരിക്കാം, പോളണ്ടിലായിരിക്കാം, അതേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത്യുഷ്ണത്താൽ, അതേ വലിയ വരൾച്ച, ആ വനങ്ങളുടെ തീപിടുത്തമൊക്കെയായി ഒത്തിരി പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയെ ദൈവാത്മാ പറയട്ടെ, ഈ ദിനങ്ങളിൽ അതേ ദൈവത്തിന്റെ മഞ്ഞും മഴയും പെയ്ത് തന്റെ ജനത്തെ തണുപ്പിക്കുവാൻ കരുത്തുള്ളവനായ ദൈവം ഈ രാത്രി ഒരു നിലയങ്കി അണിഞ്ഞവനായി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ പകൽ രാത്രി നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ യേശു ഉണ്ടെന്ന് ഒരു ഭക്തൻ വിശ്വസിക്കുമ്പോഴാണ് വാസ്തവമായിട്ട്, ഞാൻ ഇന്ന് രാത്രി ദൂത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശുശ്രൂഷയുള്ള പൗലോസിനെ കൊട്ടയ്ക്കകത്ത് ഒതുക്കിയാലും അടുത്ത നിമിഷം ഏഷ്യ മൈനർ മുഴുവൻ അവനെ അതിൽ നിറഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നാട്ടുകാരും വീട്ടുകാരും കൂടി ഒരു കൊട്ടയ്ക്കകത്ത് നിന്നെ ഒതുക്കിയെന്ന് വന്നേക്കാം, പക്ഷെ അതുകൊണ്ട് തീരത്തില്ല കേട്ടോ. അതിനപ്പുറത്ത് നിന്നെ എവിടെ ഒതുക്കാൻ ശ്രമിച്ചോ, അതേ ഏഷ്യ മൈനർ മുഴുവൻ 40 പരം രാജ്യങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ ഭക്തനെ ഉപയോഗിച്ചതുപോലെ ഇന്ന് രാത്രി ആരോടോ ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് പറയുന്നു, നീ ഒതുങ്ങിപ്പോയെന്ന് പിശാച് അത് വിധി എഴുതിയ മണ്ഡലത്തിൽ നിന്നെ മാനിച്ചുയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? പ്രിയമുള്ളവരെ, ഞാനൊരു മർമ്മം പറയാം കേട്ടോ. 7 നല്ല കൊഴുത്തും മെഴുത്ത പശുക്കൾ വന്നിടത്തുനിന്ന് തന്നെയാ പിന്നെ 7 മെലിഞ്ഞ പശുക്കളും വന്നേ. എവിടെ ഒരു ഉയർച്ചയും എവിടെ ഒരു നന്മയും എവിടെ ഒരു മേന്മയും ഉണ്ടോ, അതിന്റെ പുറകെ ആ നന്മയെ വിഴുങ്ങാൻ കഴിയുന്ന വയറുള്ള 7 മെലിഞ്ഞ പശുക്കൾ പുറകെ വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഏത് അനുഗ്രഹത്തിനെയും പുറകിൽ അവസരം കിട്ടിയാൽ അതിനെ മുഴുവൻ വിഴുങ്ങിക്കളയുന്ന 7 മെലിഞ്ഞ പശുക്കൾ കയറി വരുന്നത് പോലുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. സുദീർഘമായ വർഷങ്ങൾ രക്തസാക്ഷിയാകാത്ത ഏക സ്വാഭാവിക മരണം വരിച്ച ഭക്തന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരൊറ്റപ്പെടൽ, പെട്ടെന്ന് ഒരു പ്രതികൂലം, പെട്ടെന്ന് തിളപ്പിച്ച് എണ്ണയിൽ മുക്കുന്നത്, പെട്ടെന്ന് നാട് കടത്തപ്പെടുന്നത്. ഇതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് പിശാച് വിധി എഴുതിയാലും സ്വർഗം പറഞ്ഞിടാം, മോനെ യോഹന്നാനെ, മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാടാ, പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാടാ, ഞാനും മരിച്ചവനായിരുന്നു പക്ഷെ എന്നേക്കും ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കി തള്ളിക്കളഞ്ഞ കർത്താവ് യോഹന്നാന്റെ ഒറ്റപ്പെടലിൽ അവൻ ഇരുന്നിടത്ത് ഇറങ്ങി പ്രത്യക്ഷപ്പെട്ടെങ്കിൽ നിരന്തരം ദൂത് പറയുമ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് കേൾക്കുന്ന, ലൈവ് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, സൂമി കേൾക്കുന്ന സഹോദര, നിന്റെ ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ ഇന്ന് രാത്രി അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ. ശ്രദ്ധിച്ചേ, 10 വിശദീകരണങ്ങളല്ലയോ, 10 വിശേഷതകളല്ലയോ യോഹന്നാൻ കണ്ടത്? നോക്കിയോ. 1, 7 പൊൻ നിലവിളക്കുടെ നടുവിൽ, 2 നിലയങ്കി അണിഞ്ഞവനായി, 3 മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യഹൂദ പുരോഹിതന്മാർക്ക് ലേവ്യ പുസ്തകത്തിൽ ലേവ്യ പുരോഹിതന്മാർ ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ ലിസ്റ്റ് ദൈവം മോശയിലൂടെ കൊടുക്കുമ്പോൾ പറഞ്ഞു, അവരുടെ മാർവിടത്തിൽ ഒരു മാർപ്പതക്കം ഉണ്ടായിരിക്കണം. മാർപ്പതക്കം, അതിൽ വേണം ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളുടെ പേരുകൾ പതിക്കുവാനായിട്ട്. അങ്ങനെ പുരോഹിതൻ, മഹാപുരോഹിതൻ ധരിക്കുന്ന ആ പൗരോഹിത്യ വസ്ത്രത്തിന്റെ മാർബിളത്തിൽ ഒരുക്കുന്ന മാർപ്പതക്കത്തേൽ 12 ഗോത്രങ്ങളുടെ ഭാരം വഹിക്കുന്നത് പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ സാക്ഷാൽ ശ്രേഷ്ഠ ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ മാർബിളത്തിൽ ഒരു പൊൻകച്ച. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പേരും അവിടെയാ കൊത്തിയേക്കുന്നത്, ഞങ്ങളുടെ സാജു പാസ്റ്ററുടെ പേരും അവിടെയാ കൊത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാർബിളത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മഹാപുരോഹിതൻ
നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ മഹാപുരോഹിതന്മാരൊക്കെ ഒരു സമയം കഴിയുമ്പോൾ കാല യവനികയ്ക്ക് അപ്പുറത്തേക്ക് മറഞ്ഞു പോയെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ മരിക്കുന്നവനല്ല, എന്നേക്കും ജീവിക്കുന്ന ഒരു മഹാപുരോഹിതനായ കർത്താവ് തന്റെ മാർവിൽ നമ്മളെ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കറിയാമല്ലോ, വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ 11 പേര് വാതിലടച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്തും യേശുവിനെ ക്രൂശിച്ച മതശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒരുമിച്ച് ശിഷ്യന്മാരെ തകർക്കും എന്നുള്ള ഭയത്തിൽ അവരിങ്ങനെ വാതിലടച്ചിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, യേശു അവരുടെ നടുവിൽ വെളിപ്പെട്ടു. അവരുടെ നടുവിൽ എപ്പോഴും കർത്താവ് നടുവിലാകട്ടോ, നടുവിൽ വെളിപ്പെട്ടിട്ട് അവരെ തുറന്നിരിക്കുന്ന 2 കൈയും പിളർന്നിരിക്കുന്ന മാർവും കാണിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ്? നിന്റെ ഏത് പ്രതിസന്ധിയിലും നിന്നെ താങ്ങുവാൻ കഴിയുന്ന ഒരു പിളർപ്പ് എന്റെ കയ്യിലുണ്ട്. അതേ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും മറയ്ക്കുന്നത് പോലെ ഈ പാടുകൾക്കകത്ത് നിന്നെ താങ്ങുവാൻ ഞാൻ മതിയായവനാന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൈയും വിലാപ്പുറവും കാണിച്ചു കൊടുത്തവനായ കർത്താവ് അതേ യോഹന്നാൻ ഇരിക്കുന്ന പത്മോസിൽ വെളിപ്പെട്ട് പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടവന്റെ മാറിൽ ഒരു പൊൻകച്ച. തീർന്നില്ല, അവന്റെ തലയും തലമുടിയും ഹിമത്തേക്കാൾ വെണ്മയുള്ളതായിരുന്നു. അവന്റെ പുരാതനത്വം കാണിക്കുക കേട്ടോ. നമ്മുടെ ദൈവത്തിന്റെ പുരാതനത്വം എന്ന് പറയുന്നത് മോശ എഴുതിയപ്പോഴേ, ഉൽപ്പത്തി എഴുതിയപ്പോൾ മോശ എഴുതി, ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായി, ഭൂമി പാഴായും ശൂന്യമായി പോയി എന്ന് പറഞ്ഞ സൃഷ്ടിപ്പിന്റെ ആദിയിലെ ദൈവത്തെ കുറിച്ചാ മോശ എഴുതിയത്. എന്നാൽ ജ്യേഷ്ഠൻ അഹരോൻ മരിച്ചപ്പോൾ കുറെ കൂടെ റെവലേഷൻ ഉണ്ടായി. മോശ എഴുതി, എന്റെ ദൈവം തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്, പർവ്വതം ഉണ്ടാകുന്നതിനും ഭൂമണ്ഡലം നിർമ്മിക്കും മുന്നവേ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. എന്നാൽ യോഹന്നാൻ അതിനൊക്കെ അപ്പുറത്ത് ഒരു ചെറിയ തന്മാത്രയെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ, ഇന്ന് കാണുന്ന ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ എന്തെങ്കിലും ഒന്നുണ്ടാകുന്നതിന് മുമ്പേ, ആകാശമോ ഭൂമിയോ കടലോ കരയോ നക്ഷത്ര മണ്ഡലങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ യേശു ഉണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. നീ ഇന്ന് രാത്രി എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ നിരാശപ്പെടുന്നേ? ഒന്ന് പ്രത്യാശയുള്ള വ്യക്തിയായി ഒന്ന് ധൈര്യപ്പെട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സർവശക്തിയോടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് രാത്രി നമുക്കുണ്ടെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി. അവന്റെ തലയും തലമുടിയും ഹിമത്തേക്കാൾ വെണ്മ. ഒന്നവന്റെ പുരാതനത്വം, രണ്ടവന്റെ വിശുദ്ധി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞ സ്വർഗം പോലും അവന്റെ വിശുദ്ധിക്ക് മുമ്പിൽ ഒന്നുമല്ല കേട്ടോ. അത്രമാത്രം വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം. നമ്മൾ ആരാധിക്കുമ്പോഴൊക്കെ ഈ യെശയ്യാവിനെ പോലെ എന്റെ ദൈവം വിശുദ്ധനാണ്, എന്റെ ദൈവം പരിശുദ്ധനാണ് എന്നൊരു 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മളുടെ അശുദ്ധികൾ അറിയാതെ മാറിപ്പോകും കേട്ടോ. വിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധനായ പുത്രന്റെ വിശുദ്ധമായ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ആദ്യ വിശുദ്ധിയിൽ ഭയങ്കരനായ ഒരു കർത്താവ് എന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുകയാണ് എന്ന് ധൈര്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർന്നില്ല, അഗ്നിജാലയ്ക്കൊത്ത കണ്ണ്. പ്രിയരെ, അവന്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ല കേട്ടോ, ഒന്നും മറവല്ല കേട്ടോ. അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കണം. അവനെ ഒളിച്ച് നമുക്ക് എങ്ങും പോയി പാർക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് വസിച്ചാൽ, നമ്മൾ ആകാശത്തിൽ കിളിക്കൂട് വെച്ച് പാർത്താൻ, നമ്മൾ ആഴി അടിയിൽ പോയി പാർത്താൻ, അവിടെയെല്ലാം അവന്റെ കണ്ണുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മെ നന്നായി അറിയുന്ന, നമ്മെ നന്നായി കാണുന്ന ഈ വലിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഉപവാസത്തോടെ ആയിരിക്കുന്നത്. നിന്റെ പ്രശ്നമെല്ലാം അവ കണ്ടു കഴിഞ്ഞു കേട്ടോ. നീ ഭാരപ്പെടുന്ന വിഷയം,
നാട്ടിൽ കേൾക്കുമ്പോൾ പിള്ളേർ ജർമ്മനില്ല, പിള്ളേർ പോളണ്ടില്ല, പിള്ളേർ ന്യൂസിലൻഡാന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് അതിന്റെ വലിയ ഗൗരവം അറിയത്തില്ല. അവിടെ ചെന്നവർക്കെല്ലാം അറിയത്തുള്ളൂ. അവരനുഭവിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ ആ ഭാരങ്ങൾ അപ്പനോ അമ്മയ്ക്കോ ആങ്ങളയ്ക്കോ പെങ്ങൾക്കോ നാത്തൂനോ പാസ്റ്റർക്കോ ഒരു പക്ഷെ കൂട്ടുവിശ്വാസിക്കോ മനസ്സിലായില്ലെങ്കിലും നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ ചെറുതും സകല പ്രശ്നങ്ങളെ അറിയുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. അവന്റെ കണ്ണ് അഗ്നിജാലകത്തെ കണ്ണാണ്, ഒന്നും അവന് മറവല്ല കേട്ടോ. ഹല്ലേലൂയ. ആരോടും പറയാതെ നീ മാത്രം അകത്തളങ്ങളിൽ നിന്ന് കരഞ്ഞ് നെടുവീർപ്പിട്ട് ഞരങ്ങുന്ന ചില വിഷയങ്ങളെ പോലും അവന്റെ കണ്ണിന് രാത്രി കാണുന്നുണ്ടെന്നുള്ള സത്യം നീ അറിഞ്ഞാൽ തന്നെ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാനിടയായി തീരും. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കാലുകൾ രണ്ടും ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാലാണ്. ചിലരൊക്കെ പ്രാർത്ഥനാവാതിലൊക്കെ അറിയാതെ വെള്ളോടിന് സദൃശ്യമായ കാലം എന്ന് പറയുന്നത്, വെള്ളോടെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. പക്ഷേ ഒലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോടെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഭ എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമെന്നറിയാമോ? അതിലെങ്ങാണ് ഏതെങ്കിലും ഒരു പ്രാണി മുട്ടിയാൽ മതി, എന്നേരമേ കരിഞ്ഞ് ചാമ്പലായിപ്പും കേട്ടോ. നിന്നെ ഉള്ളങ്കയിൽ വഹിച്ചിരിക്കുന്നവന്റെ കാല് ഏത് നീച പോരിനെയും ഒരു നിമിഷം കൊണ്ട് കരിച്ചു കളയാൻ കഴിവുള്ള കാലുകളാണ് എന്ന് ഇന്ന് രാത്രി നമ്മൾ അറിയണം കേട്ടോ. അവന്റെ ഉള്ളങ്കാല് പതിഞ്ഞാൽ അല്ലയോ വഴിമാറാത്ത ഒന്നുമില്ല കേട്ടോ. അവന്റെ മഹത്വം ഉള്ള പെട്ടകം ചുമന്നവന്റെ ഉള്ളങ്കാല് ചവിട്ടിയപ്പോൾ യോർദാന്റെ മേലൊഴുക്ക് തടഞ്ഞു പോയെങ്കിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ഭക്തൻ സങ്കീർത്തനത്തിൽ ചോദിക്കുകയാണ്, യോർദാനെ നീ പിൻവാങ്ങി ഓടുന്നതെന്ത്, പർവ്വതങ്ങളെ നീ മുട്ടാടുകളെ പോലെ തുള്ളുന്നതെന്ത് എന്ന് ചോദിച്ചാൽ നാക്കുണ്ടെങ്കിൽ യോർദാന് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഞാൻ പറയും, എടാ ദൈവത്തിന്റെ മഹത്വമുള്ള പെട്ടകം ചുമക്കുന്നവന്റെ ഉള്ളങ്കാല് ചവിട്ടിയാൽ ഏത് യോർദാനാടാ തിരിച്ചൊഴുകാത്തത്? ഇന്ന് രാത്രി നിന്റെ നേരെ പാഞ്ഞൊഴുകി വരുന്ന, ഇരുകര കവിഞ്ഞൊഴുകി വരുന്ന, സകല നന്മകളെയും കവർന്നു കൊണ്ടുപോകാൻ വരുന്ന ആ വലിയ യോർദാന്റെ മേലൊഴുക്കിനെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചൊഴുക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് എൻ്റെ യേശുവിന്റെ കാല് ചവിട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത്. അവന്റെ കാല് ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലാണ്. അതിന്റെ പ്രഭ എത്ര ശ്രേഷ്ഠമാണെന്ന് ഇന്ന് രാത്രി ഒന്ന് ഓർത്ത് നോക്കിയേ. കണ്ണഗ്നിജാല, കാല് ഊതിപ്പഴിപ്പിച്ച, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച അതേ ശോഭ, ശുക്രശോഭ പോലെ ശോഭിക്കുന്ന ശോഭയുള്ള കാലുകൾ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാൻ തീർന്നില്ല. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കേട്ടുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പറയുന്ന ഒരു സ്തോത്രമൊന്നും അല്ല കേട്ടോ. എൻ്റെ കർത്താവിന്റെ ശബ്ദം എന്ന് പറയുന്നത് 5000 പുരുഷന്മാരും അതിനുപരി വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമുള്ള ഒരു വലിയ കൂട്ടത്തോട് മൈക്കില്ലാതെ, സിസ്റ്റം ഇല്ലാതെ, 25,000 വാട്സ് ഇല്ലാതെ സംസാരിച്ച ശബ്ദമാണ് കേട്ടോ. 3 ദിവസം യേശുവിന്റെ പ്രസംഗം നടക്കുകയാ. ചരിത്ര പ്രസിദ്ധമായ യേശുവിന്റെ ആ നീണ്ട 72 മണിക്കൂറുള്ള പ്രസംഗം തുടരുമ്പോൾ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, അവിടെ സിസ്റ്റം ഇല്ലായിരുന്നു, അവിടെ മറ്റൊരു സംവിധാനമില്ലായിരുന്നെങ്കിലും അവന്റെ ശബ്ദം 5000 പുരുഷന്മാരും അതിനധികം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും കേട്ടുകൊണ്ടിരുന്നെങ്കിൽ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ചിലതൊക്കെ ശബ്ദം അലർജിയാ കേട്ടോ. ബന്ധുക്കോസുകാർക്ക് ഭയങ്കര ശബ്ദമാന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാദം പോലെയുള്ള ശബ്ദമാണ്. പുരുഷന്മാരുടെ അല്ല, പുരുഷാരത്തിന്റെ ഘോഷം പോലെയുള്ള ശബ്ദമാണ് യേശുവിന്റെ ശബ്ദമെങ്കിൽ നിരവധി ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ. നിന്റെ ഭവനത്തിലായാലും നിന്റെ ആരാധനയിലായാലും നിനക്ക് എത്രയും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ അത്രയും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം, 7 പൊന്നിലവിളക്കുകളാണ് സഭയെങ്കിൽ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാര് യേശുവിന്റെ ഉള്ളങ്കയിലിരിക്കുന്ന ശോഭയുള്ള 7 നക്ഷത്രങ്ങളാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിലെ ദാസനാകാൻ ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ ഉലകത്തിലെ
ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. 7 നക്ഷത്രങ്ങളുടെ സ്ഥാനത്താണ് എരിഞ്ഞ് ശോഭിക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് ദാനിയേൽ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായാൽ അവന്റെ ഉള്ളംകൈയിൽ വഹിക്കുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഉപവാസം ഒരു മെനക്കേട് പണിയല്ല കേട്ടോ, പ്രാർത്ഥന ഒരു മെനക്കേടല്ല കേട്ടോ. പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നീ ഓർത്തോണം, നീ ആയിരിക്കുന്നത് ഇന്ന് രാത്രി അവന്റെ ഉള്ളംകൈയിലാണ് കേട്ടോ. ഹല്ലേലൂയ. അവൻ ഉലാവുന്നത് സഭയുടെ നടുവിലാണ് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ 7ാമത്തെ സഭയുടെ കാലഘട്ടം വന്നപ്പോൾ അവൻ സഭയുടെ പുറത്തായെന്ന് എഴുതിയേക്കുന്നത്. വാതിൽക്കൽ നിന്നുകൊണ്ട് അടഞ്ഞുപോയ വാതിലിൽ അവനിങ്ങനെ മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും ചേർന്ന് അത്താഴം കഴിക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് സഭയായി കഴിഞ്ഞു കേട്ടോ. അതിന്റെ സഭയുടെ 1ാമത്തെ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് സഭയെ നടത്തിയപ്പോൾ സഭയുടെ നടുവിലായിരുന്നു കർത്താവ്. എന്നാൽ പരിശുദ്ധാത്മാവ് യെഹെസ്കേല് ദർശനം കണ്ടതുപോലെ ആലയം വിട്ടു പ്രാകാരത്തിൽ വന്നു, പ്രാകാരം വിട്ടു ഉമ്മരപ്പടിയെ വന്നു, ഉമ്മരപ്പടി വിട്ടു പർവ്വതത്തിൽ പോയി, പർവ്വതത്തിൽ നിന്നും മഹത്വം പോയതുപോലെ ആലയത്തിലെ മഹത്വങ്ങൾ പലതും പോയി കേട്ടോ. രാഷ്ട്രീയ ആലയ തിമിരം ബാധിച്ച് ഒരുപാട് പേര് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പദവികൾക്ക് വേണ്ടിയും തമ്മിൽ അടിപിടി കൂടി സഭയുടെ സാക്ഷ്യം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. പിതാക്കന്മാര് ചെയ്തത് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഒരു തലമുറയുള്ള കാലഘട്ടം. പിതാക്കന്മാരുടെ അടിസ്ഥാനങ്ങളെ മാറ്റാൻ വെമ്പൽ കൊള്ളുന്ന ഒരു നേതൃത്വ നിര ഒക്കെ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിച്ചുള്ള ദിവസങ്ങളെ കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ പോലെ തെറ്റിക്കുവാൻ കഴിഞ്ഞ 40 വർഷമായി ഞാൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ആ പ്രസംഗിക്കുന്ന ഞാൻ തന്നെ നാളെ ഞാൻ പ്രസംഗിച്ചെല്ലാം തെറ്റായി പോയി എന്ന് ഒരു മീറ്റിങ്ങിലോ ഒരു അഭിമുഖത്തിലോ പറയാനിടയായാൽ എന്നെ പോലെ അതപ്പതിച്ച് ആരെങ്കിലും ഉണ്ടോ? പ്രിയരെ, നീ എടുത്ത പുസ്തകം ശരിയാണ്, നീ പ്രസംഗിച്ച പ്രസംഗം ശരിയാണ്, നീ പറഞ്ഞ ഉപദേശം ശരിയാണ്, നീ അറിഞ്ഞ സത്യം സത്യമാണെന്ന് ഈ രാത്രി പ്രാഗൽഭ്യമുള്ളവര് ആ ഇരിപ്പിൽ കരം രണ്ടും ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചേ. അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും അബദ്ധം പറ്റിയെന്ന് തോന്നിയാൽ ഞാൻ ഈ രാത്രി പറയട്ടെ, അബദ്ധം പറ്റിയിട്ടില്ല. നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ലംഘനം ക്ഷമിച്ച് പാപം മറച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ ലഭിച്ച ഭാഗ്യം. ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാ. സന്തോഷമുള്ളവർക്കായി ഞാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകരുത് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നീ നിന്റെ പ്രതിഷ്ഠ തെറ്റിക്കരുത്, നിന്റെ സമർപ്പണം തെറ്റിക്കരുത്. നാസരീവ്രതക്കാരനായ ശിംശോൻ ആരുടെയോ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ അവന്റെ വ്രതം തെറ്റിയിട്ട് അവന്റെ തലമുടി മുഴുവൻ ചെരച്ചു കളഞ്ഞിട്ട് അവന്റെ ശക്തി വിട്ടുപോയതുപോലെ സഭയുടെ തേജസ്സും സഭയുടെ അഭിഷേകവും ഈ ലോകത്തിന്റെ മടിയിൽ തലവെച്ചിട്ട് ശത്രു വടിച്ചു മാറ്റി സഭ ഒരു ബലഹീന പാത്രമായി മാറാതെ വല്ലവന്റെ അമ്പലത്തിൽ അരിയാട്ടുന്നവനായി കണ്ണു കുത്തി പൊട്ടിച്ചവനായി മാറാതെ ഈ ദിവസങ്ങളിൽ തെളിച്ചത്തോടെ ശോഭയോടെ കർത്താവിനെ പിൻപറ്റുവാൻ ഓ രക്തത്താൽ ജയം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, സഭയോട് ദൈവം ദൂത് പറയുമ്പോൾ എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, അതേ തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾ 7 കാലഘട്ടങ്ങളിലായിരിക്കുമ്പോൾ 7ാമത്തെ സഭയുടെ കാലഘട്ടം ഉഷ്ണവാൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണുകളയും എന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ സഭയെ ഒരു കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ കൊണ്ടുപോകുന്ന അവസ്ഥകൾ മാറിയിട്ട് പ്രിയരെ ദിവസങ്ങളിൽ ആത്മീയ ശ്രേഷ്ഠതയുള്ള അഭിഷേകം പ്രാപിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നിലകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ആരാധന നയിച്ച് മുൻപോട്ട് പോകുന്നവരാകുവാൻ
കർത്താവ് നമ്മളെ സഹായിക്കട്ടെന്ന് വളരെ ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിച്ചേ, 10ാമത്തെ ആ പ്രത്യക്ഷത്തിന്റെ 10ാമത്തെ മുഖമെന്ന് പറയുന്നത് സൂര്യനെ വെല്ലുന്ന ശോഭയുള്ള അതിശക്തിയോടെ പ്രകാശിക്കുന്ന ഒരു മുഖം. ഒരു ഹല്ലേലൂയ പറയണേ. നോക്കിയേ, മുടി ഹിമത്തേക്കാൾ വെണ്മ, മുഖം സൂര്യശോഭയേക്കാൾ വെണ്മ, കണ്ണ് അഗ്നിജാലയ്ക്കുള്ളത് ഒത്തത്, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഓ ഹല്യ, നാവ് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത്. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ മഹത്വം ഒന്ന് കാണണം കേട്ടോ. കർത്താവിന്റെ മഹത്വം ഉള്ളതുപോലെ കണ്ടാൽ ഒരു മിനിറ്റ് പോലും അവനെ പിരിഞ്ഞിരിക്കുവാൻ നമുക്കാർക്കും കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന മൂലക്കല്ലായിരിക്കുന്ന യേശു ക്രിസ്തു മൂലക്കല്ലാകേണ്ടതിന് വേണ്ടി മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവം തിരഞ്ഞെടുത്ത ആ മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന വിശുദ്ധ അടിസ്ഥാനത്തിന്മേൽ യുക്തമായി പണിതു വരുന്ന സഭയുടെ പാർട്ടായിരിക്കുന്ന എനിക്കും നിനക്കും ദേഹത്തൊഴുകുന്നത് ആ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തിയാണ്. വൃത്തമായ പിതൃപാരമ്പിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് യേശുവിന്റെ രക്തത്താലാകയാൽ ചോദിക്കാൻ ഒരുവനുണ്ട്, വില കൊടുത്തവനാണ് കേട്ടോ. പ്രാണനെ തന്ന് രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്ത കർത്താവ് കൊണ്ടെത്തിയിരിക്കുന്നത് നല്ല ബോബസിന്റെ വയലിലാണ് കേട്ടോ. ഈ വയൽ വിട്ടു പോകണ്ട, ഈ വയലിൽ തന്നെ നീ നിന്ന് പറക്കിയാ മതി, ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മളിൽ നിന്ന് ഒരു പ്രകാശം പരക്കട്ടെ. നമ്മുടെ ഈ ഉപവാസം കഴിയുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ വിശുദ്ധന്മാരുടെ മേൽ വ്യാപരിച്ചതുപോലെയുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിറഞ്ഞു വരട്ടെ. നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഗർഭം മുതലുള്ള മുടന്തു മാറി അവൻ എഴുന്നേറ്റ് തുള്ളി ചാടി ദൈവത്തെ ആരാധിച്ചതുപോലെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ അനേകരുടെ ജീവിതത്തിന്റെ തകർച്ചകളെ മാറ്റുവാൻ നീ ഒന്ന് വലങ്കരം കൊടുക്കുമ്പോൾ അവന്റെ ബന്ധിക്കപ്പെട്ട നരിയാണി തൊട്ട് ഉറയ്ക്കുന്ന ഒരു അഭിഷേകം ഈ രാത്രി നമ്മുടെ മേൽ പകരപ്പെടുവാൻ നമ്മൾ ഈ ഉപവാസി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർക്ക് നിർബന്ധമായിരുന്നു കാത്തിരിപ്പ് യോഗം വെക്കണം. കാത്തിരിപ്പ് യോഗത്തിൽ പരിശുദ്ധാത്മാവിനെ പൂർണ്ണ ശക്തിയോടെ പ്രാപിക്കണം എന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞൊരു 10-40 വർഷം മുമ്പുള്ള ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്കറിയാം അവരിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ആർക്കും വിവരിക്കാൻ കഴിയാത്തതുപോലുള്ള ശക്തിയായിരുന്നു. അന്ന് അനന്യാസ് പാപം ചെയ്താൽ വിവരമറിയുമായിരുന്നു കേട്ടോ. അന്ന് സഭീറ പാപം ചെയ്താൽ വിവരമറിയുമായിരുന്നു. കാരണം സഭയെ നയിച്ചത് ഏതെങ്കിലും കമ്മിറ്റിയോ ഏതെങ്കിലും ഉടായിപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരോ അല്ല. സഭയെ നയിച്ചതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു കൊണ്ട് ഈ ദിവസങ്ങളിൽ ജർമ്മനിയിലുള്ള കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ ചുമതല വഹിക്കുന്ന സഭകളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവാഹം, അത് നരിയാണിയോളമല്ല, അത് മുട്ടോളമല്ല, അത് അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹം സഭയ്ക്കകത്തേക്ക് വരുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏതൊക്കെ സഭയിൽ ആത്മാവിന്റെ ചലനമുണ്ടായിട്ടുണ്ടോ ആ സഭയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ സഭയിൽ വരുന്നവരും അനുഗ്രഹിക്കപ്പെട്ടുണ്ട്. നമുക്ക് വേണ്ടത് കടിച്ചാ പൊട്ടാത്ത തിയോളജി അല്ല പ്രിയരെ, നമുക്ക് വേണ്ടത് ആത്മസാന്നിധ്യമാണ് കേട്ടോ. സാജുപ്പാസയുടെ സഭ ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ താഴ്വരയിൽ കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികൾ ചലനമുണ്ടായിട്ട് തമ്മിൽ ചേർന്നിട്ട് അതിന്മേൽ ഞരമ്പ് വന്നിട്ട് അതിന്മേൽ മാംസം വന്നിട്ട് അതിന്മേൽ ത്വക്ക് വന്നിട്ട് അതിന്മേൽ ആത്മാവിന്റെ കാറ്റ് വന്നിട്ട് ഒരു സൈന്യമായി എഴുന്നേൽക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽക്കുവാൻ സഭയുടെ മേൽ ദൈവത്തിന്റെ കൃപ അധികമായി പകരട്ടെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ക്രിസ്തുവേശുവിനെ പാപമുള്ളവരായി നമ്മളെല്ലാവരും മാറണം കേട്ടോ. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ
വേഗത്തിൽ ചെയ്തോണം കേട്ടോ. ഒരാത്മാവിനോട് സുവിശേഷം പറയാനൊത്താൽ, ഒരു ട്രാക്ട് കൊടുക്കാനൊത്താൽ, ഒരാളെ രക്ഷയിലേക്ക് നടത്താൻ കഴിഞ്ഞാൽ, ഒരാളെ സ്നാനത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിന്റെ ബന്ധനത്തെ വിശ്വാസരഴിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമുള്ള ശുശ്രൂഷ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പത്രോസിനെ ആളയച്ച് കൊർന്നലിയോസ് വിളിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ചില ദർശനങ്ങൾ ചിലർക്ക് കൊടുത്തിട്ട് നിങ്ങളിൽ ചിലരെ ആളയച്ചു വരുത്തി ദൈവവചനം കേൾക്കുന്ന ഒരനുഭവത്തിലേക്ക് സഭ മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിത്യം കത്തണം കേട്ടോ, നിത്യം കത്തണം. ആ കരിന്തിരിയൊക്കെ ഒന്ന് മുറിച്ചു കളഞ്ഞ് ശോഭയുള്ളവരായി, തേജസ്സുള്ളവരായി, ചൈതന്യമുള്ളവരായി, നിങ്ങളുടെ മുഖത്തെ സന്തോഷം മറ്റുള്ളവർ കാണണം. നിങ്ങളുടെ അകത്തെ പ്രത്യാശ മുഖത്തൊന്ന് പ്രതിഫലിക്കണം കേട്ടോ. അത് കാണുമ്പോൾ ആളുകൾക്ക് പറയണം, അത് ഇവരിൽ എന്തോ മറ്റാർക്കുമില്ലാത്ത ഒരു ദൈവകൃപ ഉണ്ടെന്ന് മനസ്സിലാകണം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ജർമ്മനിയിലുള്ള ദൈവമക്കളുടെ മുഖത്ത് ഒരു ശോഭയുള്ള അഭിഷേകത്തിന്റെ ചൈതന്യം വെളിപ്പെട്ടിട്ട്, അതേ ശിംശോന് വേണ്ടി ലേഹിയിൽ പിളർന്ന കുഴിയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചപ്പോൾ അവൻ വീണ്ടും ചൈതന്യമുള്ളവനായി തീർന്നതുപോലെ സഭ ഈ ദിവസങ്ങളിൽ ആത്മാവാകുന്ന പ്രവാഹത്തിൽ നിന്ന് കോരി കുടിച്ച് ഒരു ചൈതന്യമുള്ളവരായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒറ്റപ്പെടൽ, നിങ്ങളുടെ നാടുകടത്തൽ, നിങ്ങളുടെ പ്രതികൂലം, നിങ്ങൾക്ക് നേരെ ഉണ്ടായ വെല്ലുവിളി, ശുശ്രൂഷയ്ക്ക് നേരെ ഉണ്ടായ ശത്രുവിന്റെ ആധിപത്യങ്ങളുടെ പുറകിൽ ഒരു കാര്യം ഉറപ്പാണ്: നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിനെ കാണാൻ പോകുകയാണ്. നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത യേശുവിന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം നീ അനുഭവിക്കാൻ പോകുകയാണ്. പത്മോസിനെ, അതേ മരണത്തിന്റെ താഴ്വരയെ ഒരു വെളിപ്പാടിന്റെ കലവറയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കിന് വിരമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസൻ ചെറിയ ഒരു സംരംഭമായി തുടങ്ങി ഇന്ന് പല സഭകളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി ജർമ്മനി എന്ന മനോഹരമായ യൂറോപ്യൻ പട്ടണത്തിൽ ദൈവമഹത്വത്തെ ഇറക്കുവാൻ റാന്നിയിൽ നിന്ന് ഒരു കുടുംബത്തെ ദൈവം അവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചെന്ന് കേൾക്കുമ്പോൾ റാന്നിക്കാരനായ എൻ്റെ ഉള്ളത്തിൽ വലിയ ആവേശമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ദൈവദാസനെ ചിരിക്കുന്ന മുഖവും ആ പ്രത്യാശയുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ്. ദൈവം നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ സിൻസിയറായി പ്രാർത്ഥിക്കുമ്പോൾ ലൈവിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ജർമ്മനിയിലുള്ള, യൂറോപ്പിലുള്ള നിന്റെ ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അടിയന്റെ മേൽ അങ്ങ് പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അധികാരത്തിൽ, അഭിഷേകത്തിന്റെ അധികാരത്തിൽ നിന്റെ ജനത്തെ ഇന്ന് രാത്രി അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്നവരുണ്ട്, ജോലി സംബന്ധമായി, വിസ സംബന്ധമായി, സാലറി സംബന്ധമായി, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാരങ്ങളൊക്കെയായി ഭാരപ്പെടുന്ന എല്ലാവരുടെ മേലും ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. നിന്റെ അഭിഷക്തനെ, തന്റെ കുടുംബത്തെ, തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ ചുമലുള്ള സഭകളെ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യും, മഹത്വം വെളിപ്പെടുത്തും. അടിയനെ താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.